ഹായ് ഗൈസ്, നിങ്ങൾ ഇതുപോലെ നല്ല ചെരിവുള്ള സ്റ്റെപ്പുകൾ കണ്ടിട്ടുണ്ടോ? ഇതിൽ കൂടെ ഒരു സപ്പോർട്ടും കൂടാതെ കയറാൻ നിങ്ങളെ കൊണ്ട് സാധിക്കുമോ? ലോകത്തിലെ ഏറ്റവും കൂടുതൽ ഡേഞ്ചറസ് ആയ സ്റ്റെപ്പുകളെ കുറിച്ചാണ് നമ്മളിപ്പോൾ കാണാൻ പോകുന്നത്. ഈ വീഡിയോ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ള വീഡിയോ ആയിരിക്കും. അതുകൊണ്ട് തന്നെ ആരും സ്കിപ്പ് ചെയ്യാതെ ലാസ്റ്റ് വരെ കാണുക. ഇഷ്ടപ്പെട്ടുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, കമന്റ് ചെയ്യുക. നമ്പർ 1, മാച്ചുപിച്ചു. സദേൺ പെറുവിലുള്ള മാച്ചുപിച്ചു ഡിസ്ട്രിക്റ്റിൽ ഉറുബംബ പ്രൊവിൻസിൽ കാണുന്നതാണ് മാച്ചുപിച്ചു. ഏകദേശം 7970 ഫീറ്റ് ഹൈറ്റ് ആണ് ഇതിനുള്ളത്. അങ്ങോട്ട് പോകുമ്പോൾ നമ്മൾ ഓരോ സ്റ്റെപ്സും വളരെ കെയർഫുൾ ആയിട്ട് വേണം എടുത്തു വെക്കാൻ. നമ്മൾ സ്റ്റെപ്സിൽ കൂടെ നടക്കുമ്പോൾ കാല് വഴുതി വീണ് കഴിഞ്ഞാൽ ഒരു സപ്പോർട്ടും ഇല്ലാതെ തന്നെ നമ്മൾ താഴേക്ക് പോയി പതിക്കുന്നതായിരിക്കും. ഈ മലയുടെ മുകളിൽ വളരെ ഭംഗിയായിട്ടുള്ള ഒരു കോട്ടയുണ്ട്. അത് കാണാനായിട്ടാണ് ടൂറിസ്റ്റുകൾ വളരെ കഷ്ടപ്പെട്ട് ഈ പടിക്കെട്ട് കയറി വരുന്നത്. ഇത്രയും സ്റ്റെപ്പ് കയറി നമ്മൾ താഴെ തൊട്ട് മേലെ വരെ വന്ന് കോട്ട കാണണമെങ്കിൽ ഏകദേശം 3 മണിക്കൂർ സമയമെടുക്കും. ഇതിലെ മെയിൻ കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ താഴെ തൊട്ട് മേലെ വരെ ഈ സ്റ്റെപ്സിന് ഒരു സപ്പോർട്ടും ഇല്ല. ഇടയ്ക്കിടയ്ക്ക് ഈ സ്ഥലത്ത് മഴ ലഭിക്കുന്നതുകൊണ്ട് തന്നെ നമ്മൾ കയറുമ്പോൾ ഒരു 90% സ്റ്റെപ്സും സ്ലിപ്പറി ആയിട്ടായിരിക്കും ഇരിക്കുന്നത്. മഴ പെയ്യുന്ന സാഹചര്യമോ മഴയോ ഉണ്ടായി കഴിഞ്ഞാൽ അങ്ങോട്ട് ടൂറിസ്റ്റുകളെ ആരെയും അവിടെ അലോ ചെയ്യുന്നതല്ല. കാരണം പണ്ട് പല ടൂറിസ്റ്റുകളും അവിടെ വീണ്ടും മരിച്ചിട്ടുള്ളത് കൊണ്ടാണ്. ഈ സ്ഥലം കാണാൻ ഒരു ദിവസം ലക്ഷക്കണക്കിന് ആൾക്കാർ വന്നാലും ഇവിടെ ഒരു ദിവസം 500 പേർക്ക് മാത്രമേ അനുമതിയുള്ളൂ. അതുപോലെ തന്നെ ഇവിടുത്തെ സ്റ്റെപ്പുകൾ ഏകദേശം 500 വർഷം പഴക്കമുള്ളതാണ്. നമ്പർ 2, പിക്കോഡ ടിജുക്ക. ബ്രസീലിലുള്ള ടിജുക്ക ഫോറസ്റ്റിന്റെ അകത്ത് അല്ലെങ്കിൽ ടിജുക്ക പാർക്കിന്റെ അകത്ത് കാണപ്പെടുന്ന ഒരു മലയാണിത്. ഇത്രയും സ്റ്റെപ്പുകൾ കയറി നമ്മൾ മലയുടെ മുകളിൽ ചെന്ന് നോക്കുമ്പോൾ നമുക്ക് വർണ്ണവിശാലമായ അതിമനോഹരമായ സീനറീസുകളാണ് നമുക്ക് കാണാനുള്ളത്. മലയുടെ മുകളിൽ ചെന്നിട്ട് നമ്മൾ താഴേക്ക് നോക്കുമ്പോൾ വന്ന വഴി കണ്ട് നമുക്ക് തന്നെ ഭയം തോന്നും. പ്രോപ്പർ ആയിട്ടുള്ള ഒരു വഴി ഇല്ലാത്തതുകൊണ്ട് മല വെട്ടിയാണ് ഇതിൽ വഴി തെളിച്ചിട്ടുള്ളത്. പിന്നെ ഒരു സപ്പോർട്ടിനായിട്ട് ഒരു ചെയിൻ കൊടുത്തിട്ടുണ്ട്. ഇട്ടിരിക്കുന്ന ചെയിൻ്റെ ഹെൽപ്പ് കൊണ്ട് നമുക്ക് മേലെ വരെ നടന്നു ചെല്ലാം. എന്നാൽ ഈ ചെയിൻ ഇരുന്നിട്ടും 100 കണക്കിന് ആൾക്കാർ ഇവിടെ മരിച്ചിട്ടുണ്ട്. സോ ചെയിൻ ഉണ്ടെങ്കിലും വളരെ ശ്രദ്ധിച്ച് കയറുകയും ഇറങ്ങുകയും ചെയ്യണം. നമ്പർ 3, ഹരിഹർ ഫോർട്ട്. മഹാരാഷ്ട്രയിലുള്ള നാഷിക് ഡിസ്ട്രിക്റ്റിലാണ് ഇതുള്ളത്. ഏകദേശം 40 കിലോമീറ്റർ ആണ് നാഷിക് സിറ്റിയിൽ നിന്ന് ഹരിഹർ ഫോർട്ടിലേക്കുള്ളത്. നമ്മൾ ഇതിനു മുമ്പ് കണ്ട സ്റ്റെപ്പുകളിൽ വെച്ച് ഈ സ്റ്റെപ്പുകളാണ് നമുക്ക് ഏറ്റവും കൂടുതൽ പേടിക്കാനുള്ളത്. വളരെയധികം പഴക്കം ചെന്ന സ്റ്റെപ്പുകളായതുകൊണ്ട് പകുതിയും നേരച്ചൊവ്വയല്ല ഇരിക്കുന്നത്. അതുകൊണ്ട് തന്നെ നന്നായി മല കയറുന്നവനാണെങ്കിലും ഈ സ്റ്റെപ്പുകൾ കയറി മുകളിലെത്താൻ പലവട്ടം ആലോചിക്കും. വളരെയധികം പഴക്കമുള്ളതുകൊണ്ട് തന്നെ പല സ്റ്റെപ്പുകളും ഇല്ല. അപ്പോൾ നമ്മൾ ജമ്പ് ചെയ്തൊക്കെ പോകേണ്ട അവസ്ഥ വരും. മഴ പെയ്തതിനു ശേഷമാണ് നമ്മൾ പോകുന്നതെങ്കിൽ വളരെയധികം കെയർഫുൾ ആയിരിക്കണം. കാരണം കാല് തെറ്റിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നെ സ്ട്രെയിറ്റ് ടു ഗോഡ് ആണ്. അതുപോലെ തന്നെ ഈ സ്റ്റെപ്പുകൾ കയറുവാൻ യാതൊരു സപ്പോർട്ടും ഇവിടെ ഇല്ല. സ്റ്റെപ്പിന്റെ സൈഡിലായിട്ട് ചെറിയൊരു കുഴിയുണ്ട്. നമ്മൾ അത് പിടിച്ചു വേണം മേളിലേക്ക് കയറാൻ. ഇവിടെ നിന്നും ആക്രമണം വന്നാലും ഈ കോട്ടയ്ക്കൊന്നും ആകാൻ പാടില്ല. അതുകൊണ്ടാണ് കോട്ട ഇവിടെ കെട്ടിവെച്ചിരിക്കുന്നതും ഇതുപോലത്തെ വഴികളും. കോട്ടയ്ക്കകത്തേക്ക് പ്രവേശിക്കാൻ ഒരേ ഒരു മാർഗ്ഗമേ ഉള്ളൂ. അതുകൊണ്ട് തന്നെ എതിരാളികൾ വന്ന് കയറുമ്പോൾ ഈസി ആയിട്ട് എതിരാളികളെ പ്രതിരോധിക്കാം.